ഡേയ്, നാം ഇത് എന്തൊക്കെയായി കാണുന്നത്? അനിമോളും മനീഷും ഒന്നിച്ച് എന്തൊക്കെയാണ്? അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഒന്നിച്ച് എത്തിയിരിക്കുന്നു. നമുക്കറിയാമായിരുന്നു, നേരത്തെ തന്നെ അനൗൺസ് ചെയ്ത ഒരു കാര്യം തന്നെ ആയിരുന്നു. പക്ഷേ ഉദ്ഘാടന ചടങ്ങിൽ വന്ന് ഇവർ പൊളിച്ചടുക്കുകയായിരുന്നു എന്ന് വേണം എടുത്ത് പറയാനായിട്ട്. എന്തൊക്കെയാണ് ഡാൻസ്, പാട്ട്, ഒരു രക്ഷയില്ലേ. ആരെങ്കിലുമൊക്കെ പ്രതീക്ഷയാണോ? ഹേറ്റേഴ്സ് ഉൾപ്പെടെ അന്തം വിട്ടു പോകുന്ന തരത്തിലായി പോയില്ലേ അനീഷിന്റെയും അനിമോളിന്റെയും ഓരോരോരോ പെർഫോമൻസ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇത് ഞങ്ങളുടെ അനീഷല്ല, ഇത് ഞങ്ങളുടെ അനിമോളല്ല, എന്തുവാണ് ഇത്? ഇങ്ങനെയാണോ ഇവര്? ശരിക്കും പറഞ്ഞാൽ ഹേറ്റേഴ്സിന്റെ വാ അടപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളായിരുന്നു അനീഷിന്റെയും അനിമോളിന്റെയും ഉദ്ഘാടന ചടങ്ങിലുണ്ടായിരുന്നത്. ഡാൻസ് ഒക്കെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഇവര് തമ്മില്. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. സംഭവം കൊള്ളാം, ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകട്ടെ. കാരണം ഈ അതിനുള്ളിൽ വെച്ച് നടന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ അതിനുള്ളിൽ തന്നെ വിട്ടു. അനീഷ് ഞാൻ എടുത്തു പറയാം, അനീഷ് അന്ന് അനീഷ് അനിമോളെ പ്രപ്പോസ് ചെയ്ത ആ ഒരു സംഭവം അത് അതിനുള്ളിൽ തന്നെ വിട്ടു. ആ ഒരു വിഷയമേ പിന്നെ അനീഷ് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ അനിമോൾ പുറത്തിറങ്ങിയിട്ട് ഈ പറയുന്ന തരത്തിൽ ചില സ്റ്റേജിലൊക്കെ കയറി നിന്നുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന തരത്തിൽ, അതായത് അനിമോക്കാണ് കൂടുതൽ നെക്കായത്, അതുകൊണ്ട് തന്നെ അനിമോൾ ന്യായീകരിക്കുന്ന തരത്തിൽ പല കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അനിമോളിന്റെ കൈവിട്ട് പോയി കുറെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അത് പിന്നെ ട്രോളിനുള്ള വേറൊരു വകുപ്പായിട്ടുണ്ടായിരുന്നു. സോ അത് ആ വിഷയം അവിടെ കഴിഞ്ഞതാണ്. അതായത് ഈ അനിമോൾ അനീഷ് തമ്മിലുള്ള ആ വിഷയം അവിടെ കഴിഞ്ഞതാണ്. പക്ഷേ ചിലരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും അത് ആ ഒരു തരത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത് വിടുക ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പോൾ അനീഷ് അനിമോൾ തമ്മിലുള്ള അവർ തമ്മിൽ ആ ഒരു ഇഷ്യൂ ഇല്ല. അനീഷിന് പ്രത്യേകിച്ചില്ല. അനീഷ് അത് വിട്ട്, ആ ഒരു കേസേ അനീഷ് വിട്ട ഒരു കാര്യമാണ്. അത് അനീഷ് തുറന്നടിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് അവർ തമ്മിൽ ഉണ്ടായ ഒരു കാര്യം, അത് അവർ തമ്മിൽ പറഞ്ഞു. അത് ആ ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യം, അത് അനീഷ് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത ഒരു വിഷയം. പുറത്തിറങ്ങിയ ശേഷം അനീഷ് പിന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുമില്ല. സോ ഇപ്പോൾ ഇവർ നേരിട്ട് കണ്ടപ്പോൾ, അതായത് ഐഡിയ സ്റ്റാർസിങ്ങൾ ഇവർ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാട്ടി കൂടുതൽ ഒരു വൈബ് ഇപ്പോൾ ഈ ഒരു ഉദ്ഘാടന ചടങ്ങി വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പറയാൻ പറ്റുന്നില്ല, നല്ലത് കേട്ടോ, നല്ലതെന്ന് പറയണം. കൊള്ളാം, സംഭവം അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്തൊരു കോംബോ എന്ന് ആരും ഈ ഒരു കാര്യം വെച്ചിട്ട് ഉണ്ടാക്കാനൊന്നും നിൽക്കല്ലേ. ഓൾറെഡി ഒന്നിന്റെ ഒരു ഇത് മാറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് അങ്ങ് പോട്ടെ, ആ ഒരു തരത്തിൽ അങ്ങ് വിടുക. കോംബോയും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാനായിട്ട് ഇനി ആരും നിൽക്കണ്ട. ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവരെ വഴിക്കാൻ വിടുക. സംഭവം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ അനിമോളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂ കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ചർച്ച ചെയ്യുക. അനീഷിന്റെ കാര്യമായാലും ആ ഒരു കാര്യത്തിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാം. അല്ലാതെ ഇവരുടെ ഈ ഒരു സംഭവം വെച്ചിട്ട്, ഈ ഒരു കോംബോ വെച്ചിട്ട് ആ ഒരു തരത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിനുള്ളിലെ ആ ഒരു സംഭവം വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ നിർത്തുക. അത് ഈ പറയുന്ന രീതി മീഡിയാസ് ആയാൽ പോലും ഒരു വരുന്ന അടുത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് പ്രപ്പോസ് ചെയ്തോ അല്ലെങ്കിൽ കല്യാണം ആലോചിക്കാൻ ചെയ്തോ എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ കാണുന്നില്ല. ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിണ്ടുന്നുണ്ട്, ഒക്കെ സെറ്റാണ്. പക്ഷേ ഇവരുടെ ചില എന്താ പറയുക, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് അനിമോളുടെ PR ടീം ഇപ്പോഴും എന്താ പറയുക ഓടിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ അതിൽ ചിലർ ഇപ്പോഴും പല തരത്തിലും ഈ പറയുന്ന തരത്തിൽ ഓരോ പോസ്റ്റിന് താഴെയും ചെന്ന് ഫേക്ക് അക്കൗണ്ട്, എടുത്തു പറയാം ഫേക്ക് അക്കൗണ്ടിൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള കമന്റുകൾ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഞാൻ ഈ കാണിച്ച ഇവരുടെ ആ ഒരു വീഡിയോയ്ക്ക് താഴെയും ചിലരൊക്കെ വന്ന് വെറുതെ ആവശ്യമില്ലാതെ ചൊറി കമന്റുകൾ ഇടുന്നുണ്ട്. അത് എന്തിന്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല കമന്റ് ഇട്ടോ, അവർ ഇപ്പൊ നിങ്ങൾക്ക് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയെ കുറിച്ച് നല്ലത് പറയും. പക്ഷെ എന്നും കരുതിയിട്ട് മറ്റേ വ്യക്തിയെ കുറിച്ചിട്ട് വെറുതെ ഒരു കാര്യവുമില്ലാതെ എന്തിനാണ് ആവശ്യമില്ലാതെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അങ്ങനെ പറയുന്ന ചില കമന്റുകൾ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ പോലും ഞാൻ കണ്ടു. അതും ഫേക്ക് അക്കൗണ്ടിൽ വന്ന്, നിങ്ങൾ യഥാർത്ഥ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് കമന്റ് ചെയ്യുന്നത് എത്ര ഇത്? നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ കമന്റ് ചെയ്യും. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഈ ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യുന്നത്? കൂടുതൽ ഫേക്ക് അക്കൗണ്ടിൽ വന്ന് കമന്റ് ചെയ്യുക, അതായത് അനിമോളെ സപ്പോർട്ട് ചെയ്യുക, അതിന്റെ ഇടയിൽ കൂടി അനീഷിനെ ചൊറിഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഇത് ഞാൻ കുറേയധികം പോസ്റ്റ് ചെയ്തു. പ്രത്യേകിച്ച് അനീഷിന്റെ ഒഫീഷ്യൽ പേജിലിട്ട് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ പോസ്റ്ററിൽ വരെ അതിന് താഴെ വന്ന അനാവശ്യമായിട്ടുള്ള കമന്റുകൾ. ഇത് വെറും നാറ്റമച്ച സ്വഭാവമാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല, വെറും നാറ്റമച്ച സ്വഭാവമാണ്. ഈ ഒരു പരിപാടി ആരാണോ ചെയ്യുന്നത് അവർ നിർത്തുക. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അനിമോളെ ആണെങ്കിൽ അത് അനിമോക്ക് നെഗാവുന്ന തരത്തിലെ കാര്യങ്ങൾ മാറത്തുള്ളൂ. നിങ്ങൾ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അനിമോക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ പറയുകയായിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അല്ലാതെ അതിന് വേണ്ടിയിട്ട് മറ്റൊരാളെ ഇമാതിരി പറഞ്ഞ് അതിന്റെ നെഗും കൂടി അനിമോക്ക് ഉണ്ടാക്കി വെക്കാതിരിക്കുക. അത്രേ എനിക്ക് പറയാവുള്ളൂ. പിന്നെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് അതെന്തായാലും പൊളിച്ചുണ്ടോ. കാരണം രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് അവിടെ വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ച് ആളുകളെ നിന്ന് ഇതൊക്കെ ആക്കിയിട്ടൊക്കെ തന്നെയാണ് പോയതെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും കൊള്ളാം, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിന് ശേഷം രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നിട്ട് ഇങ്ങനെ ഒരു ഉദ്ഘാടനം ആരും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അത് സംഭവിച്ചിരിക്കുന്നു. അവർ തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഇഷ്യൂവോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് ഇതിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച്
വേറെ രീതിയിലുള്ള ഒരു സംഭവമാക്കി ഇനി അടുത്തൊരു കോംബോ ആക്കി ആ ഒരു തരത്തിൽ ഒന്നും വേണ്ട. അവരെ പാടിന് വിടുക, കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കട്ടെ.